യേശുക്രിസ്തുവിനാൽ ദൈവത്തിൻ്റെതായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. യേശു അവരോട് ചോദിച്ചു, പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ഒടുവിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. 3 പടികളായി ഈ ധ്യാനം നമുക്ക് ക്രമപ്പെടുത്താം. 1. മനുഷ്യനെ ദൈവമാക്കുന്ന ദൈവം. ഇതാണ് പിതാവായ ദൈവത്തിൻ്റെ സ്വപ്ന പദ്ധതി. ഇതിനായാണല്ലോ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് മനുഷ്യനായി അയച്ചത്. ദൈവം മനുഷ്യനായെങ്കിൽ മനുഷ്യനെ ദൈവമാക്കുവാൻ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിൻ്റെ നന്മകൾ, കൃപകൾ, ശക്തികൾ നൽകിക്കൊണ്ട് അത് മനുഷ്യന് മറ്റുള്ളവരെ ദൈവത്തിന് വേണ്ടി നേടുവാനുള്ള കഴിവിൻ്റെ പേരാണ്. കർത്താവ് ചോദിക്കുന്നു, അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. നല്ലതിന് ഇവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം കാലോസ് എന്നാണ്. ഇവിടെ സൂചിപ്പിക്കുന്ന അർത്ഥം നല്ല ഇടയൻ എന്ന പേരിൽ ആ വാക്കിനെ വചനത്തിൽ ഉപയോഗിക്കുകയാണ്. കർത്താവ് ചോദിക്കുന്നു, ഇവയിൽ ഏതു മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുവാൻ പോകുന്നത്? നല്ല ഇടയനെ പോലെ നിങ്ങളെ ഞാൻ പരിരക്ഷിച്ചതോ? നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നതോ എന്ന് കർത്താവ് പറയാതെ പറയുകയായിരുന്നു. 82-ാം സങ്കീർത്തനം 6-ാം വാക്യം പറയും, ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്, നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ് എന്ന്. ദൈവപ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യരെ ദൈവങ്ങൾ എന്ന് സങ്കീർത്തകൻ വിളിച്ചുവെങ്കിൽ യഥാർത്ഥ ദൈവമായ ക്രിസ്തുവിനെ അവർ അംഗീകരിക്കാത്തതെന്താണ് എന്നതാണ് ക്രിസ്തുവിൻ്റെ വേദന. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു അഭിഷിക്തനായത്. പിതാവായ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദൗത്യത്തിനായി നിയോഗിക്കപ്പെടുക എന്നതും 2. ലോകത്തിലേക്ക് ദൈവ ദൗത്യത്തിനായി അയക്കപ്പെടുക എന്നതും. 1. ദൈവത്താൽ നിയോഗിക്കപ്പെടുക, 2. ദൈവത്താൽ തന്നെ ആ ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെടുക. ഇതാണ് ദൈവമായ കർത്താവിലൂടെ മനുഷ്യരെ ദൈവമാക്കുവാൻ നൽകിയ പിതാവായ ദൈവത്തിൻ്റെ ക്രിസ്തുവിന്മേലുള്ള 2 പദ്ധതികൾ. അഭിഷേകത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം ദൈവത്തിനായി പരിശുദ്ധനാകുക, ദൈവത്തിൻ്റെ യാഗമായി പൂർണ്ണ മനസ്സോടെ സ്വയം നൽകുക എന്നതാണ് ഇവിടെ ക്രിസ്തുവിൽ നിന്നും പിതാവായ ദൈവം അഭിലഷിക്കുന്നത്. 2. വിശുദ്ധീകരിക്കപ്പെടുക. ജെറുസലേമിൻ്റെ 2-ാം ദേവാലയ പുനഃപ്രതിഷ്ഠയുടെ ഹനൂക്ക തിരുനാളിൻ്റെയും മീഖ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 48-ാം വാക്യത്തിൽ അത് പ്രതിപാദിക്കുന്നു. കൂടാര പ്രതിഷ്ഠ തിരുനാളിൻ്റെയും സംഖ്യാപുസ്തകം 7:1 ഈ പശ്ചാത്തലത്തിലാണ് യേശു ഈ വചനങ്ങൾ പറയുന്നത്. പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രനായ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നാം ആരാധനാക്രമത്തിലൂടെ, ദേവാലയത്തിലൂടെ, തിരുനാളുകളിലൂടെ നമ്മെ പുനഃസമർപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായ വചനം പറയുന്നു. ഈ തപസ്സുകാലത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയ്ക്കരികിലേക്ക്, വിശുദ്ധവാരത്തിൻ്റെ അരികിലേക്ക് നാം എത്തിയിരിക്കുമ്പോൾ നമ്മെ സമ്പൂർണമായും ഈ ആരാധനാക്രമത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട് നാം ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന മക്കളായി മാറേണ്ടതുണ്ട്. വചനം പറയുന്നത് പോലെ, നിന്റെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനായിരിക്കുക. അതാണ് ഈ തപസ്സുകാലത്തിലേക്ക് നമ്മെ പുനർസമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത തന്നെ. 3. ക്രിസ്തു പ്രവൃത്തികളെ വിശ്വസിക്കുക എന്നതാണ്. ദൈവ അവബോധത്തിൻ്റെ, ക്രിസ്തുബോധ്യത്തിൻ്റെ പൂർണ്ണത ഇതാണ്. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും എൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുമെന്ന്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിശ്വാസം ജീവനുള്ളതായി മാറുന്നത് ഇപ്രകാരമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു ബന്ധത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ മക്കളായി, വിശുദ്ധീകരിക്കപ്പെടുന്ന മക്കളായി
ക്രിസ്തു പ്രവൃത്തികളെ വിശ്വസിക്കുന്ന മക്കളായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോയേ, നീ എന്നിൽ വാഴാൻ കൊതിക്കുന്നെന്നുള്ളം. ഈശോയേ, നീ എന്നിൽ നിറയാൻ തുടിക്കുന്നെൻ നെഞ്ചം. നിന്നെ കാണുവാൻ എനിക്കാശ, നിന്നെ തൊടുവാൻ എനിക്കു വാഞ്ച. പ്രിയനേ, എന്നീശോയേ, നീ മാത്രം മതി. നിൻ സ്നേഹമൊഴുകുകെന്നിൽ ഈശോ, ഈശോ നാഥ, നാഥ. എനിക്കായി നീ മുറിഞ്ഞു ആ കാൽവരിയിൽ, എനിക്കായി നീ പിടഞ്ഞു ആ മരക്കുരിശിൽ. എനിക്കായി നീ മുറിഞ്ഞു ആ കാൽവരിയിൽ, എനിക്കായി നീ പിടഞ്ഞു ആ മരക്കുരിശിൽ. തിരുച്ചോരത്തുള്ളിയാലെൻ ജീവനെ കാത്തവൻ, മിഴിപൂട്ടിയാകമായി ജീവനായി തീർന്നവൻ ഈശോ, ഈശോ നാഥ, നാഥ. നിന്നെ കാണുവാൻ എനിക്കാശ, നിന്നെ തൊടുവാൻ എനിക്കു വാഞ്ച. പ്രിയനേ, എന്നീശോ